വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും സേഫായിട്ടല്ലേ ഇരിക്കണേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ അതാണല്ലേ. വയനാട് ഉണ്ടായ ആ ദുരന്തം നമ്മളെല്ലാവരെയും ഭയങ്കരമായിട്ട് അത് മനസ്സിനെ ആഘാതമായിട്ട് തന്നെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടും കുറേ കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഉള്ളത് എവിടെയാണ്? എൻ്റെ ഇല്ലത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പം ഞാൻ കുറച്ച് ഡേയ്സ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് വീക്കായിട്ട് ഞാൻ മിക്കവാറും അമ്പലപ്പുഴ പോകും കേട്ടോ. അപ്പോൾ ഇപ്പം എൻ്റെ ഇല്ലത്താണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലം ഇപ്പോൾ കുറച്ച് ആയെന്ന് തോന്നുന്നു കുക്കിംഗ് ചെയ്തിട്ടല്ലേ. അപ്പം അങ്ങനെ കുക്കിങ്ങിനുള്ള ടൈം കുക്ക് ചെയ്യാറുണ്ടെങ്കിലും വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പം ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് അമ്മയൊക്കെ വീഡിയോ എടുത്തെന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചെന്നൊരു കുക്കിംഗ് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ വെറുതെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഇന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ടൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 90% ഹെൽത്തിയാണ് ഇത്. കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും അതെ. അപ്പോൾ ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ പിള്ളേർക്ക് വെച്ച് കൊടുക്കാം. ലഞ്ച് ബോക്സിലല്ല, സ്നാക്സ് ബോക്സിൽ. പിന്നെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് ഈവനിങ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം പറ്റിയൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണണം. അപ്പോൾ ഈ സ്നാക്ക് റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ കാരണം എൻ്റെ കസിനുണ്ട്. അതായത് എൻ്റെ അമ്മയുടെ ഇല്ലം, അതായത് ഞങ്ങൾ അമ്മയുടെ ഇല്ലത്തിന് ഞങ്ങൾ അമ്മാത്തെന്നാ പറയാം. അമ്മാത്ത് തൊട്ടടുത്തുള്ളൊരു ഓപ്പിളുണ്ട്, അമ്മിണി ഓപ്പിള്. അപ്പോൾ അമ്മിണി ഓപ്പിൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആര്യ നീ ഈ സോയ വെച്ചിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ സോയ വളരെ ഫൈബർ റിച്ച് ആണ്. സോയ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ അളവും ഉണ്ട്, ഫൈബറും ആണ്. കാരണം നാരാണല്ലോ സോയ, അതുകൊണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, ആര്യ നീ സോയ വെച്ചിട്ട്, കാരണം ഞാൻ സോയ വെച്ചിട്ട് സോയ എൻ്റെ മെയിൻ ഒരു വിഭവമാണ് കേട്ടോ. അപ്പം അമ്മിണിയോപ്പിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആര്യ നീ സോയ വെച്ചിട്ട് എന്തെങ്കിലും ഒരു റെസിപ്പി നീ ചെയ്തിട്ട് കാണിക്ക്, പിള്ളേർക്കാണെങ്കിലും ഒക്കെ വെച്ചു കൊടുക്കാമല്ലോ, അവര് ഫുഡൊക്കെ കഴിക്കാത്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മിണിയോപ്പിള് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സോയ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു റെസിപ്പി ഇട്ടത്. അപ്പം ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ അമ്മിണിയോപ്പിൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പം അമ്മിണിയോപ്പിളെ പറ്റി പറയാൻ കുറേ ഉണ്ട്. അപ്പം എൻ്റെ അമ്മാത്ത് തൊട്ടടുത്തുള്ള ഞാൻ ചെറുപ്പം മുതൽ, അതായത് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ 2 മാസത്തെ അവധിക്ക് സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഞാൻ പോവും അമ്മാത്തേക്ക്. അത് കഴിഞ്ഞ് സ്കൂള് തുറക്കണം അന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം എൻ്റെ അമ്മാവൻ, അതായത് അമ്മയുടെ അമ്മാവൻ വരും എന്നെ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഒക്കെ അമ്മാവനാണ് വരിക. അപ്പോൾ അന്ന് പോയിട്ട് പിന്നെ 2 മാസം അവിടെ തകർത്താടും, കുട്ടികളായിട്ട് കളിയും ചിരിയും. അപ്പം ഞാനായിരുന്നു അതിലേറ്റവും ചെറുതന്ന്. അപ്പം എല്ലാവർക്കും അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു. ഞാൻ വെച്ചാൽ ഭയങ്കര ഉരുണ്ടിരിക്കണോണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അന്ന് അമ്മിണിയോപ്പിലൊക്കെ ആയിട്ട് ഭയങ്കര നമ്മൾ പ്ലേയും കളിക്കലൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളപ്പോൾ ഞാൻ ഇത് അമ്മിണിയോപ്പിളും ഞാനായിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കട്ടെ ഗൈസ്. ഇതാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കൊടുക്കാം എന്തായാലും. ഓക്കെ, അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ അത്രയും കമ്പനിയാണ്. ഇപ്പം അമ്മിണിയോപ്പിള് ഇപ്പം 2 മക്കളൊക്കെ ആയി. അപ്പം എനിക്കപ്പം അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു റെസിപ്പിയാണ് ഇന്നത്തെ. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യുക. കാരണം ഹെൽത്തിയാണ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 90% ഹെൽത്തിയാണ്. ബാക്കിയുള്ള ഒരു 10% കുറച്ചൊരു അൺഹെൽത്തി നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്യുക. സോയ വളരെ നല്ലതാണ്, ഫൈബറാണ്. ഞാൻ റിപ്പീറ്റേഷൻ പറയല്ല, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, കുട്ടികൾക്കാണെങ്കിലും എല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് വരൂ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ആദ്യം തന്നെ മിക്സിയിൽ കുറച്ച് ഓട്സും പിന്നെ കുറച്ച് റവയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ ഉള്ളൂ കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ട്ർ അത്രയും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കണോണ്ട് തന്നെ നമ്മൾ ഹെൽത്തി വേസിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ദോശ ഇപ്പം ഇന്ന് അരച്ചു കഴിഞ്ഞാൽ ഇന്ന് പുറത്ത് വെച്ചിട്ട് നാളെ അല്ലേ എടുക്കുക. അച്ഛൻ ഇത് 2 ദിവസം പുറത്ത് വെക്കണം, അത്രയും പുളി വേണം ദോശയ്ക്ക്. നിങ്ങൾ ആർക്കെങ്കിലും അങ്ങനെ പുളി ദോശ ഇഷ്ടമാണോ?
പിന്നെ ഇത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഐസ്ക്രീമാണ്, അല്ല കേട്ടോ. ഇതെൻ്റെ അമ്മ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഫ്രീസറിൻ്റെ തണുപ്പ് കൂടിപ്പോയി, അങ്ങനെ ഇത് ഐസ്ക്രീം രൂപമായിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛന് വേണ്ടിയിട്ടുള്ള ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് സോയ നമ്മൾ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇനി അതൊന്ന് വേവിക്കുകയാണ്. വേവിക്കുക മീൻസ് ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയണമെന്ന്. സത്യത്തിൽ ഇത് അറിയാത്തവരുണ്ട്, എൻ്റെ അടുത്ത് അത് ചോദിക്കുന്നവരുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അപ്പം നമ്മൾ ഈ സോയയിൽ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പിട്ടിട്ട് നമ്മൾ അതൊന്ന് തിളപ്പിക്കണം കേട്ടോ. വല്ലാതെ കുക്കറിലൊന്നും ആരും വേവിക്കണ്ട കേട്ടോ, തിളപ്പിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളക്കടലയില്ലേ, ചിപ്പി എന്ന് പറയും, വെള്ളക്കടല എന്ന് പറയും, എല്ലാം പറയും. അപ്പോൾ ഞാനത് തലേദിവസം തന്നെ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളക്കടല നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വെള്ളക്കടല വേവിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ വെള്ളക്കടല കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ആവശ്യാനുസരണം വെള്ളം, അതായത് കുറച്ചിങ്ങനെ വെള്ളം കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് വെക്കാൻ. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് നമ്മളത് കുക്കറിൽ വിസിലടുപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ അമ്മ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള ഇതൊക്കെ അമ്മ അരിഞ്ഞു തന്നു കേട്ടോ. എനിക്ക് സവോള അരിയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഇപ്പോഴും ഞാൻ സവോള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും. എനിക്ക് തീരെ ഇഷ്ടമല്ല സവോള അരിയാൻ. അപ്പോൾ അമ്മ എനിക്കിതെല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ സ്പെഷ്യൽ കട്ട്ലേറ്റാണ്, സോയ കട്ട്ലേറ്റ് എന്നോ അല്ലെങ്കിൽ സോയ റോളെന്നോ എന്ത് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം കേട്ടോ. ഒരു പലഹാരം, സോയ കൊണ്ടുള്ള ഒരു ഹെൽത്തി പലഹാരം ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ സോയ, നമ്മൾ വേവിച്ച സോയ, അതായത് ജസ്റ്റ് തിളപ്പിച്ചതിന് ശേഷം അത് ചൂടൊന്ന് അറിയതിന് ശേഷം അത് പിഴിഞ്ഞെടുക്കണം. ആ സോയ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ക്രഷ് ചെയ്താൽ പോരാ, കുറച്ച് നേരം ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ നല്ലപോലെ. അപ്പോൾ കുറച്ച് തരിതരിപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളതൊന്ന് അരച്ചിട്ട് നമ്മളതൊരു വലിയൊരു പാത്രത്തിൽ അതൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതാ 2-3 ട്രിപ്പ് ഉണ്ടായിരുന്നു സോയ അരയ്ക്കാൻ. അപ്പോൾ അതൊക്കെ അരച്ച് നമ്മൾ റെഡിയാക്കുകയാണ് ഫസ്റ്റ് തന്നെ. ആദ്യത്തെ കാര്യം ചെയ്യുന്നത് ഇതാണ് കേട്ടോ. സോയ നല്ലപോലെ അരച്ച് നമ്മളത് ഓരോന്നായിട്ട് ഇങ്ങനെ പാത്രത്തിലേക്ക് ഓരോ തവണയും ആ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ സോയ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വെള്ളക്കടലയാണ് ചേർക്കണേ. അപ്പോൾ സാധാരണ കട്ട്ലേറ്റ് റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങാണ് യൂസ് ചെയ്യാറ് അല്ലേ. നമ്മളിവിടെ ഹെൽത്തി വേ ആയതുകൊണ്ട് വെള്ളക്കടലയാണ് യൂസ് ചെയ്യണേ. വെള്ളക്കടല എന്ന് പറയുന്നത് വെരി ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ് കേട്ടോ. നല്ല പ്രോട്ടീനുള്ള ഒരു അടിപൊളി സംഭവമാണ് വെള്ളക്കടല. അപ്പോൾ അതാ വെള്ളക്കടല നമ്മൾ ഇതേപോലെ തന്നെ അരച്ചെടുക്കുവാണ്. വെള്ളക്കടല നല്ല പോലെ അരയണം, തരിതരിപ്പില്ലാതെ തന്നെ. വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വല്ലാതെ കട്ടിയാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കൈവെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു ഇതായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ആവശ്യാനുസരണമുള്ള വെള്ളക്കടലയൊക്കെ അരച്ചെടുത്തു. അതിനുശേഷം എന്താ നമ്മൾ കുനുകുനാന്നരിഞ്ഞേക്കണ സവോള ഇടുകയാണ് ഇതിലേക്ക് കേട്ടോ. അപ്പം നമുക്ക് സവോളയൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിന്, ഇപ്പോൾ ചിലവർക്ക് ഉള്ളിയുടെ സവോളയുടെ ടേസ്റ്റ് പിടിക്കില്ല. ഇവിടെയൊക്കെ ആർക്കും കുഴപ്പമില്ല. അതുകൊണ്ട് സവോളയൊക്കെ ഇട്ടാലാണ് ശരിക്കും ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് വെളുത്തുള്ളി, കുനുകുനാന്നരിഞ്ഞ ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പലർക്കും പല വിധമായിരിക്കും. ഇപ്പം എൻ്റെ അമ്പലപ്പുഴയിൽ എല്ലാവർക്കും ഉപ്പ് കുറേശ്ശേ വേണ്ടൂ. പക്ഷേ എൻ്റെ ഇല്ലത്ത് എല്ലാവർക്കും ഉപ്പ് അത്യാവശ്യം നല്ല പോലെ വേണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ രീതിക്കനുസരിച്ചുള്ള ഉപ്പിടുക. അതിനുശേഷം എന്താ നമ്മൾ കുറച്ച് വെജിറ്റബിൾ മസാലയാണ് കേട്ടോ ഇടണത്. അപ്പോൾ വെജിറ്റബിൾ മസാല ഓപ്ഷണലാണ്. ചിലർ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇടാം. ഞാൻ പിന്നെ പച്ചമുളക് ചേർത്തുകൊണ്ടാണ് ഞാൻ മുളക് പൊടി എക്സ്ട്രാ ഇടാത്തത്. ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ വെജിറ്റബിൾ മസാലയ്ക്ക് പകരം മീറ്റ് മസാല, ചിക്കൻ മസാലയൊക്കെ ചേർക്കാം. നമ്മൾ വെജിറ്റബിൾ മസാല ആണ്. ഇനി വെജിറ്റബിൾ മസാല ഇല്ലാത്തവരാണെങ്കിൽ ഗരം മസാല ആയാലും ചേർക്കാം, നല്ല ടേസ്റ്റാണ്. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി ഇടുകയാണ് കേട്ടോ. നമ്മുടെ സാധാ വീട്ടിലുള്ള അരിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ആരും ഈ സ്പൂണൊന്നും വെച്ച് മിക്സ് ചെയ്ത ആ ഒരു നമുക്ക് ഉദ്ദേശിച്ച ആ ഒരു മിക്സിങ് എല്ലാത്തിലും പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൃത്തിയായിട്ട് കൈ കഴുകിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് കുഴച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം കുറച്ച് റവയും കൂടി ഇടുന്നുണ്ടേ. അപ്പോൾ അരിപ്പൊടി മാത്രമാകുമ്പോൾ ശരിയാവില്ല. അപ്പോൾ ഒരു ക്രിസ്പിനെസ്, ഒരു തരിതരിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് റവയും കൂടി ഇടുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യാണ് നമ്മൾ വേണ്ടത് കേട്ടോ.
മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി വെച്ചിട്ട് നമ്മളത് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെച്ച സമയം കൊണ്ട് നമ്മൾ സ്റ്റവൊക്കെ ഓൺ ചെയ്യാൻ പോവാണ്. ഇനിയൊരു പാൻ എടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയിരിക്കും കുറച്ചും കൂടി ഉത്തമം. കാരണം എന്താ വെച്ചാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടച്ചു വെച്ചതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളൊരു മല്ലിയില ഇങ്ങനെ തൂവുക. കറിവേപ്പില തൂവാം, മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില മതി കേട്ടോ. ആരും പുതിനയില ഒന്നും തൂവരുത്, കാരണം പുതിനയിലയുടെ ഒരു ഫ്ലേവർ ഇതിന് യോജിക്കില്ല. അപ്പോൾ നമ്മൾ മല്ലിയിലയാണ് ബെസ്റ്റ്. മല്ലിയിലയും കൂടി ഇങ്ങനെ നല്ലപോലെ അരിഞ്ഞിട്ടത് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ കൈകൊണ്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ആ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരുന്ന വെളിച്ചെണ്ണ, അതാണ് ഇങ്ങനെ കട്ടയിട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നമ്മളിതാ ഓരോ ബോൾസായിട്ട് ഉരുട്ടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ എടുക്കാം, റൗണ്ടിലെടുക്കാം, അതുപോലെ റോളായിട്ട് എടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് കട്ട്ലൈറ്റ് പോലെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് മിക്സാക്കി വെച്ച ഒരു ഓട്സിൻ്റെ പൗഡറില്ലേ, അതിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഉപ്പിയെടുക്കണം. ഓക്കെ, നല്ലതുപോലെ ഉപ്പണം. പിന്നെ നല്ലതുപോലെ, അതായത് ഓൾറെഡി അതൊരു മോയ്സ്റ്റായിട്ട് ഇരിക്കുകയാണ്, ഓൾറെഡി അതിലിങ്ങനെ വെള്ളമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് വീണ്ടും ഈ ഓട്സിൽ മുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഓൾറെഡി അതിലൊരു മോയ്സ്റ്റായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ഈ ഓട്സ് പൗഡറിലേക്ക് ഇട്ടിട്ട് നമ്മളിതാ വറക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡീപ്പ് ഫ്രൈഡ് ആവശ്യം ഇതിനില്ല, കാരണം ഓട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണ കുടിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഷാലോ ഫ്രൈ ആണ് ഇതിന് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റോളും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് റൗണ്ട് ഷേപ്പിനേക്കാൾ എനിക്ക് ഇത്തിരി കൂടി കംഫർട്ടായിട്ട് തോന്നിയത് റോൾ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ റോൾ ഷേപ്പ് നമ്മൾ ഇട്ടിട്ട് നമ്മളിതാ എല്ലാ സൈഡും ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഓക്കെ, നല്ല പോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു പാകം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. ചിലർക്ക് നല്ല പോലെ ക്രിസ്പാവണം, ചിലർക്ക് ഒരു കട്ട്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കട്ട്ലൈറ്റാണ് ഉദ്ദേശിക്കണത് വെച്ചാൽ കട്ട്ലൈറ്റ് ഒരുപാട് ക്രിസ്പി ആവില്ല. അതല്ല, നിങ്ങൾക്ക് ഒരുപാട് ക്രിസ്പി ക്രഞ്ചി ആവണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം നമ്മൾ സ്റ്റവിൽ വെക്കണം. എന്തായാലും ഇവിടെ ക്രഞ്ചി ആയിട്ടല്ല, കുറച്ചൊരു സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ആർദ്ര ഇവൾ കഴിച്ച് ഓക്കെ പറഞ്ഞാൽ ശരിക്കും ഞാൻ വിജയിച്ച പോലെയാണ്. കാരണം ഇവൾക്ക് എല്ലാ ഫുഡ് ഐറ്റംസും ഒന്നും പറ്റില്ല. ഇവൾ സോയ അങ്ങനത്തെ ഉള്ളി അതൊന്നും കഴിക്കില്ല. പക്ഷേ ഇതവൾക്ക് നല്ല പോലെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഞാൻ സോസും കൂട്ടി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ സോസൊക്കെ കൂട്ടിയിട്ടാണ് ഈ കട്ട്ലേറ്റ് കഴിക്കണത്. അപ്പോൾ ഇവൾ കഴിച്ച് ഓക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഹാപ്പിയായി. ഇവൾ കഴിച്ചതിന് ശേഷം അമ്മയും എൻ്റെ അനിയനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ കഴിച്ചു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും ഇത് മസ്റ്റ് ട്രൈ പറയുകയാണ്. കാരണം ഇതൊരു ഹെൽത്തി സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ പറ്റിയത് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവൾക്ക് വേണ്ടി ആർദ്രയ്ക്ക് വേണ്ടി ചോറ് ഉരുട്ടി. അപ്പോൾ എനിക്ക് ഒരു ഉരുള തന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു സ്വാദ് വേറെ തന്നെയാണ് അല്ലേ, അമ്മയും മുത്തശ്ശിയൊക്കെ നമുക്ക് തരുന്ന ചോറുരുളകൾ. ഓക്കെ, ഫൈനലി നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ദിസ് ഇസ് ആര്യ താമരപ്പള്ളീസ് വ്ളോഗ്. ബൈ.